ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്നവർക്ക് സ്പീഡോമീറ്റർ അസംബ്ലി മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ മീറ്ററാണ്. പിന്നെ സൗണ്ട് ചെക്കപ്പ്, റണ്ണിങ്ങിൽ സൗണ്ട് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ചെക്കപ്പ്, ബസർ ഫിറ്റ് ചെയ്യണം, ബാറ്ററി ചെക്ക് ചെയ്യണം, ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റുക. ഇത്രയും കേസാണ് പറഞ്ഞേക്കണേ. അപ്പോൾ സെൽഫൊന്നും പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല, ഇൻഡിക്കേറ്റർ വർക്കിംഗ് അല്ല. അപ്പം നിലവിൽ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഓൾറെഡി ബാറ്ററി നമ്മുടെ ഫുൾ ഡെഡാണ്, കംപ്ലൈൻ്റ് ആണ്. മാറ്റി പുതിയ ബാറ്ററി വെച്ചാലാണ് നമുക്ക് ബാക്കിയത്തെ വർക്കിംഗ് ആക്കാൻ പറ്റുള്ളൂ. തൽക്കാലം ഞാൻ വേറൊരു പഴയ ബാറ്ററി വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് നോക്കി. അപ്പോൾ അതിനകത്ത് നിലവിൽ നമുക്ക് സെൽഫിൻ്റെ റിലേ യൂണിറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. പിന്നെ ബസർ നമുക്ക് വെക്കണേഴ്സ് പറഞ്ഞിട്ട് അത് നമുക്ക് പിടിപ്പിക്കാം. വയറിങ്ങിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ലൈൻ കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ അത് നമ്മളൊന്ന് അഴിച്ചിട്ട് ഒന്ന് റീകണ്ടീഷൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററുകളുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ ബൾബുകൾ പോയേക്കണതാണ്. അപ്പോൾ ബാക്കിലത്തെ നമുക്ക് ചെയ്തെടുക്കാം, പക്ഷേ ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്ററൊക്കെ ഒട്ടിച്ച് വെച്ചാൽ നമുക്കത് അഴിക്കാൻ കിട്ടില്ല. അത് മാറ്റി കളയാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പൊട്ടിച്ചെടുത്താലും റീസെറ്റ് ചെയ്യൽ നടക്കില്ല. അപ്പോൾ അത് മാറ്റി വയ്ക്കേണ്ടി വരും. ഈ സൈഡും ചെറിയ തോതിൽ ടൈറ്റ് ഉണ്ട് ശരിക്കും കേട്ടോ. ഞാനത് അഴിച്ചു നോക്കാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ രണ്ടെണ്ണം മാറ്റി വയ്ക്കേണ്ടി വരും. അഴിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇതെന്തെങ്കിലും മാറ്റേണ്ടി വരും, അത് അഴിച്ചു നോക്കാം കേട്ടോ. പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് അലൈഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഒറിജിനൽ ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതിനകത്ത് നമുക്ക് നിലവിൽ അത്യാവശ്യം ലൈനർ ഉപയോഗിക്കാനുണ്ട്. പിന്നെ ഈ ഹബിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഹബ്ബ് ഫുള്ള് ഡാമേജ് വന്നു പോയി. കാരണം ഞാൻ ലൈനർ നമ്മൾ ഏത് മാറ്റിയിട്ടിട്ടും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, ബ്രേക്ക് ക്ലിയറായിട്ട് കിട്ടില്ല. ഹബിൻ്റെ അവസ്ഥ ഇതാണ്, നല്ല രീതിയിൽ ചാല് വന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ അലൈവിൽ നിലവിൽ മാറ്റിയിട്ട് പുതിയത് സെറ്റ് ചെയ്യലാണ് നമുക്ക് പോസിബിളായിട്ടുള്ളത്. അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രം സ്ലീവ് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ഇതിനകത്തേക്ക് ആക്കാം. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2-3 ദിവസം താമസം തന്നെ വർക്കുകയാണ്. പക്ഷെ അങ്ങനെ ചെയ്താലാണ് ബ്രേക്ക് ക്ലിയർ ആവുള്ളൂ. തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇനി അതല്ല ഡ്രമ്മ് സ്ലീവ് ചെയ്ത് ഇറക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടെങ്കിൽ പറയാം, നമുക്കതനുസരിച്ചിട്ട് ലെയ്ത്തിൽ കൊടുത്ത് ചെയ്യേണ്ട ദിവസമാണ്, എന്നാലാണ് അത് ക്ലിയർ ആവുള്ളൂ. ഏകദേശം നമുക്കൊരു 10,500 നമുക്ക് ലെയ്ത്തിൽ 1,300 കൊടുത്താണ് ഹബിൻ്റെ റിപ്പയറിങ്. അത് ഹബ്ബ് സ്ലീവ് മാറ്റി വരുമ്പോൾ ഏകദേശം ഒരു 1,000-1,300 സാധാരണ രീതിയിൽ വരാറുണ്ട്. അതിന് ശേഷം ബ്രേക്ക് ലൈനർ മാറ്റി കമ്പനി ലൈനർ ഇടാണെന്നുണ്ടെങ്കിൽ പുതിയ വണ്ടിയുടെ ബ്രേക്ക് എങ്ങനെയാണോ ആ രീതിയിലേക്ക് നമുക്ക് ബ്രേക്കായി കിട്ടും. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിടാം. ലൈനറൊക്കെ അതന്നെ ഉപയോഗിക്കാം, കാരണം ഏത് ലൈനർ ഇട്ടിട്ടും കാര്യമില്ല, വണ്ടിക്ക് ബ്രേക്ക് കിട്ടില്ല, ചതഞ്ഞ രീതിയിലായിരിക്കും ബ്രേക്ക് വരാം. പിന്നെ ചെയിൻ നമ്മൾ നോക്കി, ചെയിൻ കിടക്കുന്നത് കമ്പനി ചെയിനൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ചെയിനാണ്. IFB എന്ന് പറയുന്ന കമ്പനിയുടെ ചെയിനാണ്. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും വണ്ടി ഓർഡർ സമയത്ത് ചെയിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് വ്യത്യാസം ഉണ്ടാവും. എന്നാലും ആദ്യത്തെ അത്ര സൗണ്ട് ഉണ്ടാവില്ല. അത്യാവശ്യം നമുക്ക് ഗ്രീസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഉപയോഗിക്കാം. അടുത്ത സർവീസിൽ അഴിച്ച് മാറ്റിയാലും മതി. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് മാറ്റിയിടണമായിരിക്കും ബെറ്റർ കേട്ടോ, കാരണം എയർ ഫിൽറ്റർ പ്ലഗും മാറ്റി കളയാം. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിടണമെന്ന് നല്ലത് കേട്ടോ. അതല്ലെങ്കിൽ എഞ്ചിൻ ഹെഡിലൊക്കെ കരി കൂടുതൽ കയറാൻ അതൊരു കാരണമായിട്ട് മാറും. കാർബറേറ്ററിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല. നമുക്ക് കാർബറേറ്റർ നമ്മൾ അഴിക്കണമെന്നില്ല കേട്ടോ. സർവീസിനകത്ത് കാർബറേറ്റർ ക്ലീനിങ് ഇല്ല, പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗത്ത് തുടയൊന്നും ചെയ്യരുത്. കാരണം ഞാൻ ഇപ്പോഴത്തെ പെട്രോൾ അങ്ങനത്തെ പെട്രോളാണ്, അത് കാർബറേറ്റർ ദ്രവിക്കണ ഒരു കംപ്ലയിൻറ്റ് വരും. അഴിച്ച് ക്ലീൻ ചെയ്താൽ ചിലപ്പോൾ കാർബറേറ്റർ പെട്ടെന്ന് ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരെയും കാർബറേറ്റർ മാറ്റി വയ്ക്കേണ്ടതൊക്കെ ആയിട്ട് വരും കേട്ടോ. പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പരമാവധി അങ്ങനെ യൂസ് ചെയ്യാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ക്ലീൻ ചെയ്യണം, ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യണം, ലൈനർ റീസെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാണ്. ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീൽ ബെയറിങ് മാറ്റിയിട്ട് ബ്രേക്കിൻ്റെ കേസ് റെഡി ആക്കി അത് ഓക്കെ ആയിക്കോളും. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഇവിടെ ഔട്ടറൊക്കെ പൊട്ടി നിൽക്കണം കേട്ടോ. ഈ സൈഡൊക്കെ അതിങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ട് തന്നെ. അപ്പോൾ അതൊന്നും മാറ്റി കളയാം, കാരണം അതല്ലെങ്കിൽ ബ്രേക്ക് നമ്മളിപ്പോൾ എങ്ങനെ ക്ലിയർ ചെയ്താലും ബ്രേക്ക് ജാമാവണ കംപ്ലയിൻറ്റ് കാണിക്കും. പിന്നെയുള്ളത് നമുക്ക് ഈ ഭാഗത്ത് സെൽഫിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൽഫിൻ്റെ റിലേ യൂണിറ്റ് മാറണം, ഫ്ലാഷറിന് ബസറോന്ന് ഫിറ്റിംഗ്നേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് നമ്മൾ ഉൾപ്പെടുത്തിയേക്കാം. പ്ലഗ് നമ്മൾ കൂട്ടത്തേക്കൂടെ മാറ്റി കളയാം, കാരണം എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരാം കേട്ടോ. അതേപോലെ ഈ സൈഡിൽ കിക്കറിൻ്റെ ഓയിൽ സീൽ ലീക്കായിട്ട് ഇവിടെ ഓയിൽ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതും കൂടി കൂട്ടത്തേക്കൂടെ മാറ്റിയിടാം. പിന്നെ മീറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ തൽക്കാലം നമുക്ക് ഓർഡർ ചെയ്ത് വരുത്തേണ്ട കേസൊക്കെയാണ്. ഡിജിറ്റൽ മീറ്ററാണ്, അപ്പോൾ അത് ഒഴിച്ച് ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കാം. എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്നിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണം കേട്ടോ. നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.